ഇലക്ഷൻ കമ്മീഷൻ കളക്ടർമാരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. കളക്ടർമാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ ഇലക്ഷനിൽ എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തണമെന്നും കളക്ടർമാരുടെ അഭിപ്രായം പറയാനൊക്കെയാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ മീറ്റിംഗ് വിളിച്ച് നടത്തുന്നതിനിടയിലാണ് മറ്റൊരു തീരുമാനം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. അതെടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ SIR രാജ്യത്ത് വരികയാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നതിൽ തീവ്രമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക പുതുക്കൽ വരുന്നുണ്ട്. അങ്ങനെ പുതുക്കൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പുതുക്കലിന് കുറേ സമയമാണ്. ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ചു. ഇനിയിപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ എന്യൂമറേറ്റർമാർ വന്ന് വീടുകളിൽ നിന്ന് ആളുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പരാതി കേട്ട് അതിന്റെ ആക്ഷേപം കേട്ട് വീണ്ടും ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് വലിയൊരു പ്രോസസ്സ് രാജ്യത്ത് വരാൻ പോവുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പ്രോസസ്സാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതും പേര് ഒഴിവാക്കുന്നതുമായിട്ടുള്ള വലിയൊരു പരിപാടി SIR എന്ന പേരിൽ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നുള്ള പേരിൽ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ കളക്ടർമാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം കളക്ടർമാർ ഇലക്ഷന് വന്നു കഴിഞ്ഞാൽ കളക്ടർമാർ, താലൂക്ക് ഓഫീസർമാർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ അങ്ങനെ തുടങ്ങി റവന്യൂ സംവിധാനമാണല്ലോ മൊത്തം ഇലക്ഷനിൽ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ റവന്യൂ സംവിധാനം മൊത്തം ഇലക്ഷനിൽ പ്രവർത്തിക്കുമ്പോൾ അവർ തന്നെയാണ് SIR ചെയ്യേണ്ടത്. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാം. എന്തായാലും രാഷ്ട്രീയ പ്രതിസന്ധി വളരെ വലുതാണ്. കാരണം CPI ബന്ധത്തിൽ വലിയ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി എങ്ങനെയാണ് ഒന്നിച്ചു നിന്ന് അണികളെ ഭിന്നിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന അണികളെ ഒന്നിപ്പിച്ച് നിർത്തി ഇനി എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ള വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഇടതുപക്ഷ മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത്. CPI അതേസമയം കോൺഗ്രസ് ആണെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും അതിന്റെ അതിപ്രസരവുമായി ബന്ധപ്പെട്ട് പോകുന്നു. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ആഭ്യന്തര കലാപവും പ്രശ്നങ്ങളുമായി അവരും അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടി നിൽക്കുന്ന സമയത്താണ് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്ന ഒരു കഥ വരുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കൽ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു പണിയല്ല. എല്ലാവരും കൂടി അതിന്റെ പിറകിൽ നിന്നാൽ വലിയ തോതിലാണ്, വലിയ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റ് രാജ്യത്ത് പുതുക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ പേര് ചേർക്കണം, എന്യൂമറേറ്റർമാർ വീട്ടിൽ വരണം, അത് പിന്നെ ഫോട്ടോ എടുക്കൽ, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. വലിയ പ്രോസസ്സാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ പുതിയ തെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റും പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഷ്കരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനിടയിലാണ് കളക്ടർമാരെ വിളിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പുമായി തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. അപ്പോൾ അടുത്ത മാസങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ വോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ ഗൗരവതരമായ വിഷയങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഇടയിലാണ് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രശ്നം കൂടി ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമവും വിശ്വാസ സംഗമവും ഹിന്ദുക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഹിന്ദു പാർട്ടികളുടെ ഇടയിൽ, NSSന്റെയും SNDPയുടെയും ഇടയിൽ വലിയ കലാപം ഉണ്ടാക്കി, അത് കുത്തിത്തിരിപ്പുണ്ടാക്കി നിൽക്കുന്നുണ്ട്. അയ്യപ്പ സംഗമം വേറെ രൂപത്തിലേക്ക് മാറി, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണമോഷണം മുരാരി ബാബുവിൽ എത്തി നിൽക്കുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഇലക്ഷൻ കയറി വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിന് വോട്ടേഴ്സ് ലിസ്റ്റ് ആയിക്കഴിഞ്ഞു. അതേസമയം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പുതുക്കൽ പരിപാടി നടക്കുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റും വോട്ടെടുപ്പും ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടും കാലാവസ്ഥയും എല്ലാം കൂടി നവംബർ ഡിസംബർ മാസങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ കലാപകലുഷിതമായ മാസങ്ങളായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം, വോട്ടേഴ്സ് ലിസ്റ്റിൽ അനധികൃത ആളുകൾ ചേരാതിരിക്കാൻ അവർ നോക്കണം. അങ്ങനെ അവർക്ക് വലിയ പണിയുണ്ട്. അതോടൊപ്പമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ വലിയ സംഘർഷവും ബഹളവും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം, വനിതാ വാർഡുകൾ, സംവരണ വാർഡുകൾ, വനിതാ പ്രസിഡന്റുമാർ, സംവരണ പ്രസിഡന്റുമാർ, പിന്നെ അങ്ങനെ ഒരുപാട് വലിയ തോതിലുള്ള മാറ്റം. അപ്പോൾ വലിയ നേതാക്കളെ കണ്ടുപിടിക്കണം, ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ നേതാക്കളെ കണ്ടുപിടിക്കണം, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കണ്ടുപിടിക്കണം, ഗ്രാമപഞ്ചായത്തിലേക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെ വലിയൊരു പ്രോസസ്സിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. ആ പ്രോസസ്സിലൂടെ, രാഷ്ട്രീയ പ്രോസസ്സിൽ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിന് ഒരു വലിയ അടി കിട്ടുകയും വലതുപക്ഷത്തിന് വലിയൊരു ആയുധം കിട്ടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ വലതുപക്ഷത്തിന് ഈ ആയുധം പ്രയോജനപ്പെടുത്താൻ കഴിയുമോ? 19 സീറ്റും 4 മന്ത്രിമാരെയും കളഞ്ഞുകൊണ്ട് CPI UDFിലേക്ക് പോകുമോ? അങ്ങനെ പോയാൽ UDFിൽ എടുക്കുമ്പോൾ 19 സീറ്റ് കൊടുക്കണം, 1-2 സീറ്റല്ല, 20 സീറ്റെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് ആരുടെ സീറ്റ് എടുത്ത് കൊടുക്കും എന്നുള്ള ചോദ്യങ്ങൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ തന്നെ CPI UDFിലേക്ക് പോകുമോ? അങ്ങനെ പോകാൻ നിന്നാൽ UDFിൽ നിൽക്കുന്ന ലീഗിനെ പൊക്കിയെടുത്ത് LDFിൽ കൊണ്ടുവരാൻ പിണറായി വിജയന് കഴിയുമോ? വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ്, പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും വരുന്ന മാസങ്ങളിൽ ഇലക്ഷനും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കലും ഇതെല്ലാം കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CPIയും എന്തെല്ലാം ഒത്തുതീർപ്പുണ്ടാക്കിയാലും അത് മുകളിൽ മാത്രം നിന്ന് പോകുമോ? താഴെ തലങ്ങളിൽ വാർഡ് തലത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലർമാരുടെ തലത്തിലെത്തുമ്പോൾ
അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വാർഡുകളിലെത്തുമ്പോൾ അവിടെ ഈ മഞ്ഞുരുകുമോ? പഴയതുപോലെ സി പി ഐയും തോളോട് തോൾ ഒരുമി പരസ്പരം ജയിപ്പിക്കാൻ നോക്കുമോ, അതോ പരസ്പരം വാരുമോ, നമുക്ക് തേക്കാൻ നോക്കുമോ എന്നറിയുന്നത് എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രമാത്രം മാനസികമായി ദിവസവും സി പി എമ്മും അകന്നുകൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിനകത്ത് തന്നെ ആകട്ടെ ഒരു മൂന്നാം ഭരണം കിട്ടണമെന്നൊക്കെ ചിന്തിക്കുന്നതിനിടയിലാണ് സി പി എമ്മിനകത്ത് ഇങ്ങനെ മുഖ്യമന്ത്രി ഒരു വശത്തും ബാക്കിയുള്ള മന്ത്രിമാരും ബാക്കി സംവിധാനങ്ങളും മറ്റൊരു വശത്ത് നിന്നുകൊണ്ടുള്ള ഫൈറ്റ് നടക്കുന്നത്. ഈ ആഭ്യന്തര ഫൈറ്റിൽ, ഈ ആഭ്യന്തര യുദ്ധത്തിൽ, പാർട്ടിക്കകത്തെ ഉൾപ്പോരിൽ എന്താണ് സംഭവിക്കാൻ നമുക്കറിയില്ല. ഒരു പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളുണ്ട്, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, മുന്നണി പ്രതിസന്ധിയുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതിനിടയിലാണ് അയ്യപ്പസ്വാമിയുടെ വിഷയമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് എങ്ങനെയാണ് പുതിയ ഒരു ഭരണം നേട്ടം ഉണ്ടാക്കിയെടുത്ത് വികസന സദസ്സെന്നും അതുപോലെ തന്നെ നവകേരള സദസ്സെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ഹൈപ്പിലേക്ക് വിഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ വിഷനും ഒക്കെ നടപ്പിലാക്കി വളരെ വലിയ ഹൈപ്പിലേക്ക് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു എന്താ പറയുക, ഒരു ഇടുത്തി പോലെ അല്ലെങ്കിൽ ഹീമോഗ്ലാസിന്റെ വാള് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വന്ന് തലയ്ക്ക് വീണത്. അതിപ്പോൾ PM ശ്രീയുടെ രൂപത്തിലായപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെന്റ് കൂടി കക്ഷി ചേരുന്നു എന്നുള്ളതാണ്. അവർ ഇതിന്റെ സ്പീഡ് കൂട്ടുവാനും പണം കൊടുക്കുവാനും ഇതിന്റെ ഇവിടുത്തെ പ്രശ്നങ്ങളെ മൂർച്ഛിപ്പിക്കുവാനും അവരും ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും പ്രതിപക്ഷവും കൂടി ചേരുന്ന വലിയ യുദ്ധമാണ്, ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് നയപരമായ കാര്യങ്ങൾ, ഈ നമ്മുടെ PM ശ്രീ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കണോ, NEP നടപ്പിലാക്കണമോ, NEPയുടെ ഏതൊക്കെ നയങ്ങൾ നടപ്പിലാക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ കളയാൻ നമുക്ക് അവകാശമുണ്ട്, ഏതൊക്കെ ഭാഗങ്ങൾ സ്റ്റേറ്റ് എടുക്കാം, ഏതെടുത്തുകൂടാ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ എടുക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളും കിടപ്പുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ വളരെ ഗുരുതരമായ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു തുടർ ഭരണം വരുത്താൻ കഴിയും എന്നുള്ളൊരു അന്തരീക്ഷത്തിൽ NSSനെയും നായർ സർവീസ് സൊസൈറ്റിയെയും വെള്ളാപ്പള്ളി നടേശനെയും SNDP ഒക്കെ കൂടെ നിർത്തി ഒരു രഥയാത്ര നടത്തുന്നത് പോലെ എല്ലാ അശ്വമേധ യാഗം നടത്തി വരികയായിരുന്നു പിണറായി വിജയൻ. പക്ഷേ പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാണ് ഒരു മഞ്ഞുമല മഴയിൽ പിണറായിയുടെ തലയിൽ വന്ന് വീണത്. അത് ഇതുവരെ ഈ നിമിഷം വരെ ഊരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, മുന്നണിക്കും കഴിഞ്ഞിട്ടില്ല, CPMനും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഊരും എന്നുള്ളതിൻ്റെ ഒരു ഫോർമുലയും രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. ഒപ്പിട്ടിട്ട് 2-3 ദിവസമാകുന്നു. ഇന്നലെ മുഴുനീള കഥയായിരുന്നു. ഒരു ദിവസം നീണ്ടു നിന്ന ഉദ്യോഗജനകമായ കാര്യങ്ങളാണ് ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് നടന്നത്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരിപാടികൾ നടന്നതെല്ലാം. പക്ഷെ ഇതെല്ലാം നടന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സെക്കൻഡുകൾ കൊണ്ട് പരിഹരിക്കേണ്ട ഒരു വിഷയം മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹരിക്കാതിരിക്കുമ്പോൾ, മാത്രമല്ല അത് കൂടുതൽ വഷളാകുന്ന രീതിയിലേക്ക് മാറി നിൽക്കുമ്പോൾ ആര് തോൽക്കും, ആര് വാഴും, ആരാണ് വീഴുക?